വെൽക്കം ടു PSC ടോക്സ്. എൻ്റെ പേര് ലക്ഷ്മി മോഹൻ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അബ്കാരി ആക്ട് 1/1077. അബ്കാരി ആക്ട് 1/1077. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസിലെ ടോപ്പിക്സ് ആദ്യം ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോവാം. ആദ്യത്തേത് ജുറിസ്ഡിക്ഷൻ. നമ്മൾ ജുറിസ്ഡിക്ഷൻ ഈ അബ്കാരി ആക്ട് 1/1077. ആദ്യം ഈ 1077 എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിലെ കൊല്ലവർഷമുണ്ട് 1077. നമ്മുടെ 1905 നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ നമ്മൾ പറയുന്ന വർഷമാണ് ഈ 1077 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ ഏരിയാസിൽ വരെ വരും, ഇതിന്റെ നിയമം എവിടെയൊക്കെ വരെ ബാധകമാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിക്കറുമായി സംബന്ധിക്കുന്ന അതിന്റെ ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കും. അതിനുശേഷം ആർക്കൊക്കെയാണ് അതോറിറ്റി ഉള്ളത്, മദ്യം വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കൊക്കെയാണ് അതോറിറ്റി ഉള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നെ എന്താണ് ലിക്കർ, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ടൈപ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പിന്നെ ഡെഫിനിഷൻസ്, കുറച്ച് ടെക്നിക്കൽ ആൻഡ് ലീഗൽ ടേംസ് നമ്മുടെ അബ്കാരി ആക്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 3 പറയുന്നുണ്ട് ഏതൊക്കെയാണ് ലീഗൽ ആൻഡ് ടെക്നിക്കൽ ടേംസ് എന്നുള്ളത്. അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ ഡ്രൈ ഡേയ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്നത്. എല്ലാ കൊല്ലവും 2 ക്വസ്റ്റ്യൻ വരെ ഡ്രൈ ഡേയ്സ് എന്നുള്ള സെക്ഷനിൽ വരും. അതിന്റെ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ അബ്കാരി ആക്ടിലും ഡ്രൈ ഡേയ്സ് പറയുന്നുണ്ട്, പിന്നീട് നമ്മുടെ സിലബസിൽ മറ്റൊരു ഭാഗത്തും ഡ്രൈ ഡേയ്സ് എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഡ്രൈ ഡേയ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചാർട്ട് ഉണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. അവിടുന്ന് തന്നെയാണ് 2 ചോദ്യം വരാറുള്ളത്. പിന്നെ കുറച്ച് സെക്ഷൻസ്, ഈ പറയുന്ന സെക്ഷൻസ് PSC സിലബസിനകത്ത് വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഈ സെക്ഷനിൽ നിന്നിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. ഈ സെക്ഷൻസ് സെക്ഷൻ 8, 1 and 2, 13, 15 ABC, 55G, 55I, H, 56, 58 തുടങ്ങിയ കുറച്ച് സെക്ഷൻസ് ഉണ്ട്. ഈ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യണം. അടുത്തത് മാനുഫാക്ചർ, പൊസിഷൻ ആൻഡ് സെയിൽ ഓഫ് ലിക്കർ. മാനുഫാക്ചർ, പൊസിഷൻ ആൻഡ് സെയിൽ ഓഫ് ലിക്കർ നോക്കാം. അത് കഴിഞ്ഞിട്ട് പൊസിഷൻ ലിമിറ്റ്സ്, ഓരോ ലിക്കറിനും എത്രയാണ് പൊസിഷൻ ലിമിറ്റ് ഉള്ളതെന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള ചാർട്ട് ഉണ്ടാവും. പിന്നെ ഏജ്, കൈവശം വെക്കാനും കൺസ്യൂം ചെയ്യുന്നതിനും ഒക്കെ എത്രയാണ് പ്രായപരിധി ഉള്ളത് എന്നുള്ള ചോദ്യം, അതും എല്ലാ കൊല്ലവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഈ സ്പെഷ്യൽ ടോപ്പിക്കിന് കുറച്ച് ഏരിയാസ് വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരുന്നതാണ്. പിന്നെ എന്താണ് അബ്കാരി റവന്യൂ, പിന്നെ ഓഫീസേഴ്സ്, പലതരത്തിലുള്ള ഓഫീസേഴ്സിന്റെ ചുമതലകൾ എന്താണ് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു അബ്കാരി ആക്ട് 1/1077 നമ്മൾ നോക്കാൻ പോകുന്ന ഏരിയാസ്. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അബ്കാരി ആക്ട് 1/1077 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫാക്ട്, ബേസിക് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് അബ്കാരി ആക്ട് നിയമം പാസ്സാക്കിയത് ആരാണെന്നുള്ളത് മനസ്സിലാക്കുക. അബ്കാരി ആക്ട് നിയമം പാസ്സാക്കിയത് കൊച്ചി മഹാരാജാവാണ്. ഓക്കെ, കൊച്ചി മഹാരാജാവാണ്. The act was passed by His Highness the Maharaja of Cochin. അതുകൊണ്ട് കൊച്ചി മഹാരാജാവാണ് ആക്ട് പാസ്സാക്കിയെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ എന്നാണ്, തീയതി എന്നാണെന്നുള്ളത് ഓർക്കുക. 5th August 1902. 5th August 1902 അതാണ് കൊല്ലവർഷം 1077, കർക്കിടകം 31. ഈ ഒരു തീയതി വളരെ ഫാക്ച്വൽ ആണ്. ഇവിടുന്നുള്ള ക്വസ്റ്റ്യൻ, ഈ ഒരു പേജിൽ നിന്നിട്ടുള്ള ചോദ്യം സാധ്യത കുറവാണ്, പക്ഷെ എന്നിരുന്നാലും പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ബേസിക് ഫാക്ട്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. ഇനി പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണെന്നുള്ള ചോദ്യമുണ്ട്. 29th July 1967. ഓക്കെ, 29th July 1967. ആക്ട് 10 of 1967 ഭാഗമായിട്ടാണ് നമ്മുടെ അബ്കാരി ആക്ട് 1/1077 പ്രസിഡന്റ് ഒപ്പുവെച്ചതെന്നുള്ളത് ഓർക്കുക. ഈ 3 ഫാക്ട് ബേസിക് ഫാക്ട്സ് ആണ് ഓർക്കുക.